അമേരിക്കയിലും ഇസ്രായേലും ആരംഭിച്ച യുദ്ധം പഴയതുപോലെ തന്നെ തുടരുകയാണ്. 8ാം ദിവസത്തിലേക്ക് യുദ്ധം കടക്കുമ്പോൾ ഇറാൻ അവരുടെ ആക്രമണം ഒരു കുറവും വരുത്താതെ തുടരുകയാണ്, പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേലും അമേരിക്കയും നടത്തുന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കീഴടങ്ങില്ല എന്നാണ്. ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ തന്നെ പരമോന്നത നേതാവായ അല്ലെങ്കിൽ അവരുടെ സുപ്രീം ലീഡറായ ആയത്തുള്ള ഖമനേയിയുടെ എക്സ് അക്കൗണ്ട് ഇപ്പോഴും സജീവമായി തുടരുകയാണ്. അതിലൂടെ ഇസ്രായേലിനെതിരെയുള്ള വെല്ലുവിളി കൂടുകയാണ്. നിങ്ങൾ നാശത്തിലേക്കുള്ള പോക്കാണ് നിങ്ങളുടേത്. നാശത്തെക്കുറിച്ചുള്ള വാക്കുകളും ശാപവാക്കുകളും ഒക്കെ ഇറാൻ ഇങ്ങനെ ഇസ്രായേലിന് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാനിയൻ ജനതയെ വില കുറച്ച് കണ്ടവർ യഥാർത്ഥത്തിൽ പരിഹാരമുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്കും മറ്റ് ബോംബുകൾ വർഷിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പരമാധികാരി കൊല്ലപ്പെട്ടതോടെ പുതിയ പരമാധികാരിയെ തിരഞ്ഞെടുത്തു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അമേരിക്കയുടെ അംഗീകാരം അതിനില്ല എന്നുള്ളതാണ്. അത്തരം ഒരു പരമാധികാരി ഉണ്ടെങ്കിലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അമേരിക്ക തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇതുവരെ അധികാര കസേരയിൽ രണ്ടാമനായി പരിഗണിച്ചിരുന്ന ഇറാനിയൻ പ്രസിഡന്റ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനോട് താല്പര്യമുള്ള പല രാജ്യങ്ങളും ചർച്ചയുടെ വാതിൽ തുറന്നിരിക്കുന്നു എന്നാണ് ഇറാൻ പ്രസിഡന്റിന്റെ പ്രസ്താവന. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അത് നിഷേധിക്കുന്നുമുണ്ട്. ഒരു തരത്തിലുള്ള ചർച്ചയും ഇനിയില്ല. ഏതെങ്കിലും തരത്തിൽ ചർച്ച ചെയ്യണമെങ്കിൽ പരിപൂർണമായ അധികാര കൈമാറ്റം ഉണ്ടാകണം, കീഴടങ്ങൽ ഉണ്ടാകണം. ഇപ്പോഴത്തെ ഇറാന്റെ ഭരണ സംവിധാനത്തോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ്. ഇറാൻ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. പരമാധികാര സംവിധാനത്തെയും ഞങ്ങൾ എതിർക്കുന്നു. ഞങ്ങൾ തീർച്ചയായും ഇനി സഹകരിക്കണമെങ്കിൽ ഇറാനിൽ നിലവിലുള്ള ഭരണ സംവിധാനം മാറുകയും ഞങ്ങൾക്ക് കൂടി തൃപ്തിയുള്ള പുതിയ ഭരണ നേതൃത്വം ഉണ്ടാവുകയും ചെയ്യണം. ഇറാന്റെ മതഭരണ സംവിധാനം ഇല്ലാതാവണം. പൂർണ്ണമായും കീഴടങ്ങി ഇപ്പോൾ സംവിധാനങ്ങളെല്ലാം അവസാനിപ്പിച്ചാൽ മാത്രമേ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാകൂ എന്ന് അമേരിക്ക കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇത് മാത്രമല്ല, വലിയ തോതിൽ ആക്രമണവും നടത്തുന്നുണ്ട് ഇറാനിൽ അമേരിക്ക. ഒരുപക്ഷെ 8ാം ദിവസത്തിലേക്ക് ആക്രമണം കടക്കുമ്പോൾ ഓരോ ദിവസവും ആക്രമണത്തിന്റെ തോത് വർദ്ധിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ടെഹ്റാനിൽ ബോംബ് വർഷിച്ചിരിക്കുകയാണ്. ടെഹ്റാനിൽ ബോംബ് വീഴാത്ത ഇടങ്ങളൊന്നുമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിനോടകം ഏതാണ്ട് 3000 ടാർഗറ്റുകൾ ഞങ്ങൾ പൂർത്തിയാക്കി എന്നാണ് അമേരിക്കൻ സേന അവകാശപ്പെടുന്നത്. ഇസ്രായേൽ ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇതുവരെ നടത്തിയിട്ടുമില്ല. അമേരിക്കൻ സേന നടത്തിയതിനേക്കാൾ വലിയ ആക്രമണം ഇസ്രായേലിൽ നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അല്പം പോലും വിശ്രമിക്കാൻ അവസരം കൊടുക്കാതെ ടെഹ്റാനിലെ സംവിധാനങ്ങളൊക്കെ തച്ചുടക്കുകയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും. ഇറാന്റെ ഒരു മിലിറ്ററി കമാൻഡർ ബങ്കർ ഇന്നലെ തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. 50ഓളം യുദ്ധവിമാനങ്ങൾ ഒരുമിച്ച് ആക്രമിച്ചെന്നും ഇറാൻ പരിപൂർണമായും ദുർബലമായിരിക്കുന്നുവെന്നുമാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ലെബനനെയും ഇസ്രായേലിന്റെ ആക്രമണം തുടരുകയാണ്. 217 പേർ കൊല്ലപ്പെട്ടതായി ലെബനോൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അല്പം പോലും മടി കാണിക്കാതെ വൈകാതെ ഇറാൻ അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. സൗദിക്ക് നേരെയും ഖത്തറിന് നേരെയും ബഹറിന് നേരെയും ആക്രമണം ഉണ്ടായതായും റിയാദിലേക്ക് എത്തിയ 5 മിസൈലുകളെ തടുത്തതായും സൗദി അറേബ്യയും സ്ഥിരീകരിക്കുന്നുണ്ട്. ഖത്തർ പറഞ്ഞത് 9 മിസൈലുകളെ തകർത്തെന്നാണ്. ബ്രിട്ടൻ പരസ്യമായി പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. ഇതുവരെ ബ്രിട്ടൻ ഒരു മന്ദഗതിയിലായിരുന്നു നിന്നിരുന്നത്. സൗദി അറേബ്യൻ ഭരണാധികാരിയെ വിളിച്ച് ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ബ്രിട്ടൻ സൗദിയെ സംരക്ഷിക്കാൻ ഉണ്ടാകുമെന്ന നിലപാട് സ്വീകരിച്ചതായി പറയുന്നുണ്ട്. ഇത് പരോക്ഷമായ യുദ്ധത്തിലേക്ക് ബ്രിട്ടൻ കൂടി ഇറങ്ങുന്നു എന്നതിന്റെ സൂചനയായി വേണം കാണാൻ. ഇറാഖിലെ ബ്രസീലും ഇറാന്റെ ആക്രമണം ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്. ഒരു ഹോട്ടലും 2 റെസിഡൻഷ്യൽ ടവറും ഇറാൻ തകർത്തതായി റിപ്പോർട്ടുകളുണ്ട്. അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അസർബൈജാൻ അതിർത്തിയിൽ ബോംബ് വീണതിനെ ചൊല്ലിയുള്ള തർക്കവും തുടരുന്നുണ്ട്. 2-3 സംഭവ വികാസങ്ങൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഒന്ന്, ഇറാനിയൻ IRGC കമാൻഡിന്റെ ചാരപ്രവർത്തനം ആരോപിച്ച് ഇറാൻ വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇസ്രായേലിനെ ചാരപ്പണി ചെയ്തു എന്ന ആരോപണം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡറിനെ കൊന്നുകളഞ്ഞതായാണ് ആദ്യത്തെ റിപ്പോർട്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തിന് ഒരുങ്ങിയാണ് ഇസ്രായേൽ എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അമേരിക്കയും ഇത്തരം റിപ്പോർട്ടുകൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഇതുവരെ യുദ്ധം തുടങ്ങിയ ഇത്രയും ദിവസത്തിനിടയിൽ ഏറ്റവും വലിയ ആക്രമണം
ഇന്നായിരിക്കും ഉണ്ടാകാൻ പോകുന്നതെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. അതിന് 2 തെളിവുകളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അമേരിക്കയുടെ എന്നല്ല, ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ഫോർ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് കരിങ്കടലിലേക്ക് നീങ്ങിയിട്ടുണ്ട്. US കനാൽ വഴിയാണ് കരിങ്കടൽ അത് നങ്കൂരമിട്ടിരിക്കുന്നത്. USS ജെറാൾഡ് ഫോറിന്റെ പുതിയ വിന്യാസം ഇന്ന് ശക്തമായ തിരിച്ചടിക്കുള്ള ഒരുക്കമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഏറ്റവും അപകടകരമായ സാഹചര്യങ്ങളിൽ മാത്രം അമേരിക്ക ഉപയോഗിക്കുന്ന US B-1 ബോംബർ അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനിൽ എത്തിയിരിക്കുന്നു എന്നാണ്. ബ്രിട്ടൻ ആദ്യം മടിച്ചു നിന്നെങ്കിലും ഇപ്പോൾ പരിപൂർണമായി അമേരിക്കയെ പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് ബ്രിട്ടൻ എത്തിയിട്ടുണ്ട്. പരസ്യമായി വിയോജിക്കുമ്പോഴും അമേരിക്കയെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് യുദ്ധത്തിന്റെ ഭാഗമാകാൻ ബ്രിട്ടൻ ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് B-1 ബോംബറുകളുടെ രംഗപ്രവേശനം. B-1 ബോംബർ അമേരിക്കയുടെ ഏറ്റവും ശക്തമായ യുദ്ധോപകരണമായി വിലയിരുത്തപ്പെടുന്നു. 30 ടൺ ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള B-1 ബോംബറുകളും മറ്റ് ബങ്കർ ബസ്റ്ററുകളും ഒരുമിച്ച് ആക്രമണത്തിനുള്ള ഒരുക്കമാണെന്ന് പറയുന്നു. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിലെ ഗ്ലോസ്റ്റർ ഷെയറിലുള്ള ഫെയർഫീൽഡ് എയർബേസിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ബ്രിട്ടനിൽ നിന്ന് എളുപ്പത്തിൽ ഇറാനിലേക്ക് പറക്കുകയാണ് ലക്ഷ്യമെന്നും ഇന്ന് തന്നെ ആക്രമണം ഉണ്ടായേക്കുമെന്നും ഒരേ സമയം 34 ടൺ ബോംബ് വർഷിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇറാന്റെ കഥ കഴിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. B-1 മാത്രമല്ല, B-2B 52 ബങ്കർ ബസ്റ്ററുകളും റെഡിയായിരിക്കുകയാണെന്നും അവയെല്ലാം ഇന്ന് തന്നെ ബ്രിട്ടനിൽ നിന്ന് പറന്നുയർന്ന് ടെഹ്റാനെ നഗരതുല്യമാക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. B-1 ബോംബറുകളും B-2 ബങ്കർ ബസ്റ്ററുകളും ഒക്കെ ടെഹ്റാന്റെ നെഞ്ചിലേക്ക് വീണാൽ പിന്നെ അവിടെ നരകം മാത്രമായിരിക്കും ബാക്കി എന്നാണ് റിപ്പോർട്ട്. അമേരിക്കയുടെ പിശാച് എന്ന് വിശേഷിപ്പിക്കുന്ന B-1 ബോംബർ രംഗപ്രവേശനം ചെയ്യുന്നത് യുദ്ധത്തിന്റെ ഗതി മാറ്റിയേക്കുമെന്നാണ് റിപ്പോർട്ട്. അതിശക്തമായ യുദ്ധത്തിന് അമേരിക്കയും ബ്രിട്ടനും ഒരുങ്ങുന്നു എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ ചെറുത്തുനിൽപ്പ് തുടരുമ്പോഴും അല്പം പോലും അമാന്തിക്കാതെ ശക്തമായ ആക്രമണത്തിലൂടെ മാത്രമേ ലക്ഷ്യം സാധിക്കാൻ കഴിയൂ എന്നും അതുകൊണ്ട് തന്നെ ശക്തമായ ആക്രമണം ആരംഭിക്കുന്നുവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ റഷ്യൻ പ്രസിഡന്റ് ഇറാനിയൻ പ്രസിഡന്റിനെ ടെലിഫോണിൽ വിളിച്ച് പിന്തുണ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. റഷ്യ ഇന്റലിജൻസ് ഷെയറിംഗ് നടത്തുന്നു ഇറാന് വേണ്ടി എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. ദോഹയിൽ നിന്ന് യൂറോപ്യൻ രാജ്യ തലസ്ഥാനങ്ങളിലേക്ക് ഖത്തർ എയർവേസ് കുടുങ്ങിക്കിടക്കുന്നവരുമായി യാത്ര ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. ലോകം മുഴുവൻ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ള സംശയം വേണ്ട. ഇറാനിലെ ടെഹ്റാൻ മുഴുവൻ ഇപ്പോ തീമഴയുമായി വിമാനത്താവളങ്ങൾ അടക്കം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും എങ്ങനെയാകും ഇനി യുദ്ധം, ഏത് വഴിക്കൊക്കെയാണ് നീങ്ങുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.